ഇന്ത്യയും താലിബാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. അതിനിടയിലാണ് ഇന്ത്യയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2 ആഴ്ച മുമ്പായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നും അഫ്ഗാനിസ്ഥാനിലെ ഒരു എയർബേസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമുണ്ടായത്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ വേണ്ടെന്നാണല്ലോ ഇന്ത്യയുടെ നിലപാട്. തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു നിലപാട്. തക്ക ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളയ്ക്കുപ്പേരി എന്നുള്ള പോലുള്ളൊരു നിലപാടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ട് 2 ഘട്ടങ്ങളിലായിട്ടാണ്, ഈ 2 ഘട്ടങ്ങളിലെയും ആദ്യമായിട്ടുള്ള ഒരു അഫ്ഗാനിസ്ഥാൻ മന്ത്രിയുടെ സന്ദർശനം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് അറൈവ്ഡ് ഇൻ ന്യൂഡൽഹി. അതായത് അമീർ ഖാൻ മുത്തലാഖ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി, അദ്ദേഹം ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ഉഭയകക്ഷി ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണ്ഡഹാറിലേക്ക് പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഇന്ത്യയുടെ ഒരു യാത്രാവിമാനം തട്ടിയെടുത്തുകൊണ്ട് പോയപ്പോഴാണ്. അതിലെ യാത്രക്കാരുടെ ബന്ധുക്കൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് മേൽ നിഷ്ഠുരമായിട്ടുള്ള സമ്മർദ്ദം ഏർപ്പെടുത്തി, രാജ്യ താൽപ്പര്യം വിഗണിച്ചും ഞങ്ങളുടെ ബന്ധുക്കളെ വിട്ടുതാ എന്നുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയപ്പോൾ രക്ഷയില്ലാതെ അവരാവശ്യപ്പെട്ട മോചനദ്രവ്യമായ കൊടും ഭീകരൻ അദ്ദേഹത്തെയും കൊണ്ടൊരു വിമാനത്തിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി ജസ്വന്ത് സിംഗ് പോയപ്പോഴാണ്. അന്ന് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ദുൾ വക്കീൽ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യക്കും ഈ ഭീകരവാദികൾക്കും ഇടയ്ക്കുള്ള മധ്യസ്ഥനായിട്ട് പ്രവർത്തിച്ചത്. മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ മധ്യമല്ലത്ര, അവരുടെ പക്ഷത്ത് നിൽക്കുന്ന, ഭീകരവാദികളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളായിട്ട് പ്രവർത്തിച്ചത്. അന്ന് പാകിസ്ഥാൻ്റെ ഉറച്ച പിന്തുണ ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധമുണ്ട്. അത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യ ഇരു രാജ്യങ്ങളുടെയും ശത്രുവുമായിരുന്നു. ഇന്നിപ്പോൾ 2021 വീണ്ടും അധികാരത്തിൽ, അമേരിക്കയെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഈ താലിബാൻ, പാകിസ്ഥാൻ അവരുടെ വലിയ ശത്രുവാണ്. തെഹ്രീക്ക് താലിബാൻ എന്നുള്ള ഭീകര സംഘടന അവിടെ പ്രവർത്തിക്കുന്നതിന് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ ആണയിട്ട് പറയുന്നത്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ അവരുടെ ശത്രു രാജ്യമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. 2 രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷഭരിതമാണ് അവരുടെ അതിർത്തികൾ. ഖൈബർ ചുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ സംഘർഷ ഭീതിയിലാണ്. ഇവരെ കൊല്ലാനായിട്ട്, ഈ താലിബാനെ കൊല്ലാനായിട്ട് കൊച്ചു കുട്ടികളെ വരെ ബോംബിട്ട് കൊന്നു പാകിസ്ഥാൻ. അങ്ങനെ അവരുടെ എല്ലാ അതിർത്തികളിലും അവർ സംഘർഷം നേരിടുകയാണ്. ഇറാനുമായിട്ടുള്ള അതിർത്തിയിൽ, പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിൽ എല്ലാം ഒരു വലിയ സംഘർഷം. അവിടെ സമരം നടന്നു. അതിൻ്റെ ഇറാനുമായിട്ടുള്ള അതിർത്തിയായിട്ടുള്ള ബലൂചിസ്ഥാനിൽ ഇറാനുമായിട്ട് തന്നെ സംഘർഷഭരിതമാണ് അവരെ. അങ്ങനെ ഒരു സമയത്താണ് അമേരിക്ക ഇവർക്ക് സഹായഹസ്തവുമായിട്ട് പ്രശംസയുമായിട്ടൊക്കെ പോയത്. അവരുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ അവരുടെ ഫീൽഡ് മാർഷലിനെയൊക്കെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വിരുന്ന് സൽക്കാരങ്ങൾ, അങ്ങനെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുക. ഇതിനിടയ്ക്കാണ് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എന്ന് പറയുന്ന അന്തർദേശീയ വിമാനത്താവളം, അവിടെയായിരുന്നു പണ്ട് അമേരിക്കൻ പട്ടാളക്കാരെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. താലിബാൻ അവരുടെ ഒളിയുദ്ധം കൊണ്ട് അമേരിക്കയെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു. പലായനം ചെയ്യേണ്ടി വന്നു. ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോവുമായിരുന്നു അമേരിക്കൻ പട്ടാളക്കാർ, രക്ഷപ്പെട്ടു പോവുമായിരുന്നു. ആ വിമാനത്താവളം ഞങ്ങൾക്ക് വേണമെന്നൊരു അവകാശവാദവുമായിട്ട് വന്നത്. അമേരിക്ക വിചാരിച്ചത് എന്ത് ചെയ്താലും ഇന്ത്യ അങ്ങ് സഹിച്ചോളും, ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ പ്ലേറ്റ് മാറ്റി. അതായത് ബഗ്രാം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ വിമാനത്താവളം, അതിപ്പോൾ കൊടുക്കാൻ മനസ്സില്ല. എവിടെയാണ് പറഞ്ഞത്? ഒറ്റയ്ക്കല്ല പറഞ്ഞത്. ഇന്ത്യയെ പിന്തുണയ്ക്കാൻ ഇക്കാര്യത്തിൽ റഷ്യയും ഉണ്ടായിരുന്നു, ചൈനയും ഉണ്ടായിരുന്നു. അതായത് റഷ്യ, ചൈന, അതുപോലെ ഇന്ത്യ, ഈ 3 രാജ്യങ്ങളും കൂടി മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻസ്
ഓൺ അഫ്ഗാനിസ്ഥാൻ എന്നൊരു മീറ്റിംഗ് മോസ്കോയിൽ വെച്ച് നടത്തി. മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻസ് ഇൻ ഓൺ അഫ്ഗാനിസ്ഥാൻ നടന്നത് മോസ്കോയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി ദൃഢമായിരിക്കുകയാണ്. കാരണം സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കിക്കൊല്ലുകയും പിണങ്ങിക്കഴിഞ്ഞാൽ കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു അയൽപക്ക ബന്ധമാണ് അഫ്ഗാനിസ്ഥാൻ. നമ്മൾ പണ്ട് വളരെ നല്ല ബന്ധമായിരുന്നു അവരുമായിട്ടുണ്ട്. താലിബാൻ വന്നപ്പോഴാണ് പാകിസ്ഥാനുമായിട്ട് അവരെടുത്തു, അങ്ങനെ ബന്ധങ്ങൾ വഷളായി തുടങ്ങിയത്. ഇപ്പോൾ അത് വീണ്ടും തിരിച്ച് ഇന്ത്യയുടെ പക്ഷത്തേക്ക് വന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ മരണം വരെ പോരാടുന്ന ഒരു ആ തരത്തിലുള്ള ഒരു മിലിറ്റൻ്റ് സംസ്കാരമുള്ള ഒരു രാജ്യമാണത്. അപ്പോൾ അവർ ഇന്ത്യയോട് ചേരുന്നത് വലിയ ആശ്വാസമാണ്. ഇത് കൂടാതെയുള്ള ബന്ധങ്ങളുണ്ട്. ഇന്ത്യക്കാരെ അവർ പണ്ട് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരെ കൊന്നുകൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇന്ത്യയുടെ പല സഹായങ്ങളും നൽകുന്നുണ്ടല്ലോ. അത് ഹ്യൂമാനിറ്റേറിയൻ സമയത്ത് തന്നെ നാം കണ്ടതാണ്. ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യ സാധനങ്ങളാണ് അവിടെ എത്തിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ എപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാവും. ഭൂകമ്പം ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതിനെല്ലാ സഹായങ്ങളും ഇന്ത്യൻ പട്ടാളക്കാർ, ഇന്ത്യൻ ഡോക്ടർമാർ ഇവരെല്ലാം ചേർന്നുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നൽകുന്നുണ്ട്. അപ്പോൾ ആ രാജ്യത്തിന് ഇന്ത്യയോട് വലിയ നന്ദിയുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് ഒരു മന്ത്രി അങ്ങനൊന്നും വിദേശ രാജ്യത്തേക്ക് പോകാറില്ല. ഇത് തന്നെയല്ല ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രസമെന്ന് പറയുന്നത്, ഇന്ത്യ ഇതുവരെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. അവിടെ രാജാവിൻ്റെ ഭരണം ഉണ്ടായിരുന്നപ്പോഴും ഡോക്ടർ നജീബിൻ്റെ ഭരണം ഉണ്ടായിരുന്നപ്പോഴും റഷ്യയുടെ പിന്തുണയോടുകൂടി ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് ആ രാജ്യത്തെ, വിമർശനം ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ നജീബിനെ ക്രൂരമായിട്ട് കൊന്നിട്ട് താലിബാൻ അധികാരം പിടിച്ച ശേഷം ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല താലിബാൻ ഭരണകൂടത്തെ, അഫ്ഗാനിസ്ഥാനെ അല്ല താലിബാൻ ഭരണകൂടത്തെ. പക്ഷേ ഇപ്പോൾ അജിത് ഡോവലിൻ്റെ ചാണക്യനാണ് അദ്ദേഹം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ താലിബാൻ ഭരണകൂടം നമ്മളങ്ങ് അംഗീകരിക്കും. അതോടുകൂടി അമേരിക്ക നല്ലൊരു പാഠം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അടിവാങ്ങാൻ പോകുന്ന അസീം മുനീർ ആയിരിക്കും. അത് അത്രയും ആവശ്യമാണ്, അമേരിക്കയ്ക്ക് അത്രയും ആവശ്യമാണ്. കാരണം എന്താണെന്നറിയാമോ, 50% തീരുവ ഇടുക, എന്നിട്ട് പാകിസ്ഥാനിലെ നമ്മുടെ ഭീകരാക്രമണം നടത്തിയവർക്കൊക്കെ വിളിച്ച് ചാപ്പാട് കൊടുക്കുക. എന്നാൽ പിന്നെ നമ്മൾ തിരിച്ച് അതേ നയം തന്നെ അമേരിക്കയ്ക്ക് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുക. അമേരിക്കയ്ക്ക് ജന്മത്ത് അവിടെ യുദ്ധം ചെയ്ത് വീഴിക്കാൻ പറ്റും. ഇറ്റ്സ് എ കില്ലിംഗ് ഫീൽഡ്. ശരിയാണ്, അവർ കൊല്ലും, മരിക്കുന്നവരെ അവിടെ കിടന്ന് പോരാടും. അതാണ് അവരുടെ രീതി. അങ്ങനെ രക്ഷപ്രാപിച്ച് പോകാൻ പറ്റില്ല. അമേരിക്കക്കാരുടെ മേലെ ചെളിയൊന്നും പറ്റാതെ ഉള്ള ഷൂ ഇട്ടുകൊണ്ടൊക്കെ പോകേണ്ട പട്ടാളക്കാരാണ് അവർക്കുള്ളത്. അഫ്ഗാനിസ്ഥാൻ്റെ പട്ടാളക്കാർ അങ്ങനല്ല. മണ്ണിലും ചെളിയിലും മരുഭൂമിയിലും പൊള്ളലിലും എന്തിലും ഒന്നും വകവയ്ക്കാതാണ് അവർ യുദ്ധം നടത്തിയിട്ടുള്ളത്. ആ യുദ്ധം നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള KP കേശവമേനോൻ എന്ന പത്രപ്രവർത്തകൻ പറഞ്ഞു. ആ രീതിയിലാണ് അവർ വിടുകയല്ല. അമേരിക്ക അല്ല നജീബുള്ള ആയാലും അവർ വിടുകയല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫോഴ്സിനോടാണ് അവർ ഇപ്പോൾ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്ന അമേരിക്കയ്ക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു യുദ്ധമാണത്. തോറ്റുപോയൊരു യുദ്ധമാണ്. കുറേ പേരെ ഇല്ലാതാക്കി, കുറേ നശിപ്പിച്ചു എന്നുള്ളതല്ലാതെ തിരിച്ച് അമേരിക്കയെ വിയറ്റ്നാം എങ്ങനെ ഉയർത്തെണീറ്റ് വന്നു അതുപോലെ തന്നെ തിരിച്ചു വന്ന ഒരു രാജ്യമാണ് ഈ അഫ്ഗാനിസ്ഥാൻ. അവിടുത്തെ താലിബാൻ, വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെ തിരിച്ചു വന്നു അതുപോലെ തന്നെയാണ് ഇവരും തിരിച്ചു വന്നിരിക്കുന്നത്. സംശയമൊന്നുമില്ല. രണ്ടും രണ്ട് പ്രത്യയശാസ്ത്രം. ഒന്ന് ശരിയോടടുത്ത് നിൽക്കുന്ന പ്രത്യയശാസ്ത്രം, മറ്റേത് മതത്തോടടുത്ത് നിൽക്കുന്ന പ്രത്യയശാസ്ത്രം എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ വേണം. അത് അഫ്ഗാനിസ്ഥാനിൽ നമുക്കും വേണം. രണ്ടും രണ്ട് പ്രത്യയശാസ്ത്രങ്ങളായതുകൊണ്ട് ഇപ്പോൾ ചൈനയും അമേരിക്കയും ഒരേ പ്രത്യയശാസ്ത്രമോ അല്ലല്ലോ. അല്ല, ഇനി ട്രംപിൻ്റെ പരാമർശം എന്തായിരിക്കും? ഇത്തരം എന്തെങ്കിലും ഗുലുമാല വിളിച്ച് പറയാനുള്ള സാധ്യത ഉണ്ടല്ലോ. അല്ല, ഇനി 25% കൂടെ വീണ്ടും ഇനി ചുങ്കം ഏർപ്പെടുത്തുക. 75% ആക്കുമായിരിക്കും. നമുക്ക് ഈ 50%, 75% എല്ലാം ഒന്നുപോലെയേ ഉള്ളൂ. കാരണം 25% ആയപ്പോൾ തന്നെ അമേരിക്കയിലുള്ള കച്ചവടം നമ്മൾ മതിയാക്കി. വേറെ രാജ്യങ്ങളുമായിട്ടിപ്പോൾ ഏർപ്പെട്ടിരിക്കുക. ഫ്രീ ട്രേഡ് കൺട്രീസ് ഇൻ യൂറോപ്പ്, അതുപോലെ തന്നെ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മളിപ്പോൾ വലിയ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഫ്രീ ട്രേഡ് കൺട്രീസ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ നമ്മുടെ സഹായത്തിന് വരുന്നത് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡ് വലിയ സഹായമാണ്. നമ്മളുമായിട്ട് സമഗ്രമായ കരാർ ഒപ്പിട്ടിരിക്കുക. ഒരുപാട് തുണികൾ ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റും. അതുപോലെ നോർവേ ഇതെല്ലാം വലിയ ധനിക രാജ്യങ്ങളാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് കയറ്റി അയക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ കയറ്റുമതിക്കാർ ഈ മാർക്കറ്റ് ശരിയായിട്ട് സ്റ്റഡി ചെയ്യുന്നില്ല. അതോടെയാണ് നമുക്കൊരു കുഴപ്പമുണ്ട്.
അപ്പോൾ വൻതോതിൽ അമേരിക്കയ്ക്ക് ബദലായിട്ടുള്ള മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയറ്റുമതിക്കാരെ അതൊന്ന് പറഞ്ഞ് ശരിയാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അമേരിക്ക ഉണ്ടായിട്ടുള്ള ചുങ്കൻ നമുക്കൊരു ചുക്കുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.